DNA എന്ന ചിത്രമാണ്, അതിൻ്റെ പ്രൊമോഷനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ബിൻസി പ്രൊഡക്ഷൻസാണ് അതിൻ്റെ പ്രൊഡക്ഷൻ, KV അബ്ദുൽ നാസറാണ് അതിൻ്റെ നിർമ്മാതാവ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 100 ദിവസമായി പടം ഷൂട്ട് ചെയ്തു. വളരെ സ്ട്രെയിൻ ചെയ്തു. എല്ലാ അധ്വാനമായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും എല്ലാം. പടം കാണുമ്പോൾ മനസ്സിലാവും അത്രയും അധ്വാനം വേണ്ടി വന്നു. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ്, സെറ്റ്, കാര്യങ്ങൾ എല്ലാം. അതിന് ഭാഗ്യത്തിന് നല്ല ആർട്ടിസ്റ്റുകൾ, നമ്മുടെ മാക്സിമം സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും കിട്ടി. അതുപോലെ നല്ല ടെക്നീഷ്യൻസ്, കൂടെ നിന്ന് രാവും പകലും വർക്ക് ചെയ്യാൻ പറ്റിയ ടെക്നീഷ്യൻസ് എല്ലാം കിട്ടി. അതിൻ്റെ ഓരോ ഘടകങ്ങൾ എടുത്തെടുത്ത് പറയേണ്ടതാണ്. അത് കുറേ പറയാം. ഞാൻ സന്തോഷിൻ്റെ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ AK സന്തോഷം, അദ്ദേഹത്തിൻ്റെ കൊടുക്കാം. അദ്ദേഹം ബാക്കി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ AK സന്തോഷ്, എൻ്റെ തിരക്കഥാകൃത്താണ്. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഡയറക്ടർ പറഞ്ഞു, നാളെ റിലീസ് ആവണം, 14 മണിക്കൂർ പോലും ഇരിക്കില്ല, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് നാളെ. ഒരു ത്രില്ലർ ജോണപ്പെട്ടപ്പോഴാണ് എന്താ പറയുക, വളരെ കുറച്ച് മണിക്കൂറുകൾ ഇനി റിലീസ് ചെയ്യാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ചിത്രം എത്താനുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നമ്മൾ ഒരു ത്രില്ലർ പടം ആണ്. അതെങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കുക എന്നുള്ളത്, അസ്കറാണ് അതിൻ്റെ നായകൻ. ലക്ഷ്മി റജ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ക്യാരക്ടർ ഇതിലുണ്ട്, പോലീസ് കമ്മീഷണറായിട്ട്. അന്നാജി കോശിയുണ്ട്, പത്മരാജ രതീഷുണ്ട്, റിയാസ് ഖാനുണ്ട്. പിന്നെ ഇവിടെ വരാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ പടത്തിലുണ്ട്. അതിൻ്റെ ബേസിക് എനിക്ക് പറയാനുള്ളത്. ഇനി സംവിധാനത്തിലേക്ക് ഞാൻ കൊടുക്കേണ്ട കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറയട്ടെ. എന്നത് ഇപ്പോൾ ഗൗരി നന്ദയുണ്ട്. ഗൗരി നന്ദയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കന്യാകുമാരി എക്സ്പ്രസ് സുരേഷ് ഗോപിയുടെ നായികയായിട്ടാണ് ഗൗരി നന്ദ വന്നത്. അങ്ങനെ ഇവിടെ ഉണ്ട്, ഒരു ബന്ധമുണ്ട് ഗൗരി നന്ദയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരെ കൊടുത്ത് ഓരോരുത്തർ ആൻസർ പറയാം. ബാക്കി ടെക്നീഷ്യൻസിൻ്റെയും ബാക്കി ആർട്ടിസ്റ്റുകളുടെയും ക്യാരക്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽ പറയാൻ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്കറുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അതെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുടെ കൊടുത്ത് സുരേഷ് സർ ഇവിടെ സർ ഇവിടെ. ഓക്കെ സർ, ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിൽ 40 വർഷം തികയ്ക്കുന്ന സാറിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. 40 വർഷം ഡയറക്ടറായിട്ട്, അതെ, അതിന് മുമ്പ് 5 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, 3rd അസിസ്റ്റന്റ്, 8ാമത്തെ അസിസ്റ്റന്റ്, 3rd അസിസ്റ്റന്റ്, 2nd അസിസ്റ്റന്റ്, അസോസിയേറ്റ്, 40 പടം വർക്ക് ചെയ്തത് ഇതിനു മുമ്പ്, ഡയറക്ടർ ആവുന്നതിന് മുമ്പ്. കോട്ടയം കുഞ്ഞച്ചൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ് പോലുള്ള മാസ സിനിമകൾ സംവിധാനം ചെയ്ത ആളാണ് താങ്കൾ. എങ്ങനെയാണ് DNA പിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ പടങ്ങൾ അറിയാം, കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, കാളയൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ഇതൊക്കെ ഏതാണ്ടൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ്. മുണ്ടും മടക്കി കത്തി കൊടുത്ത്. അപ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞു. ഗ്യാപ്പ് ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, ഞാനത് അധ്വാനിച്ചു. പല സ്ക്രിപ്റ്റിന് വേണ്ടി ഇരുന്നു, ഏറ്റവും ടോപ്പ് റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നു. പലരും എന്നെ വിട്ടിട്ട് പോയി, ചിലരെ ഞാൻ ഇട്ടിട്ട് പോയി. ഇങ്ങനെ ഒരു കണ്ടീഷനായി ഒരു ഗ്യാപ്പ് വന്നു. കോട്ടയം വെച്ചിട്ടൊരു ഡയലോഗുണ്ട് മമ്മൂക്കയുടെ, അതുപോലെ തന്നെ. അപ്പോൾ ഒന്നും വർക്കൗട്ട് ആയില്ല. ഞാൻ മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, കാർത്തിക് തിരുനാൾ കാർത്തികേയൻ. അത് ഏതാണ്ട് ഓൺ വരെ എത്തിയതാണ്. അതിൽ മമ്മൂക്കയെ വെച്ച് കായൽ സാമ്പ്രാട്ട് എന്നൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. ഒന്നും അങ്ങോട്ട് ഫൈനൽ എത്തിയപ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളുണ്ടും ഒക്കെ, കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് പലതും ഡ്രോപ്പ് ആയത്. പിന്നെ വന്നപ്പോൾ ഒരു മാറ്റം എനിക്ക് ഈ പറഞ്ഞ പോലെ DNA എന്ന് പറഞ്ഞ് മാറ്റി. ചിലപ്പോൾ IPS കൊണ്ട് നടക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ വീണ്ടും എൻ്റെ പഴയ തട്ടകത്തിലേക്ക് തന്നെ ഞാൻ പോകും. ഇപ്പോൾ അഷ്കർ സൗദാൻ്റെ മമ്മൂക്കയോടുള്ള ഒരു ഉപസാദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഉപസാദൃശ്യം അഷ്കർ സൗദാനെ ഇങ്ങനെ നായകനാക്കാനായിട്ട് സാറിന് തോന്നിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഈ അഷ്കർ സൗദാൻ ഉള്ളതുകൊണ്ടാണ് ഈ പടത്തിന് DNA എന്ന് പേരിട്ടത്, മമ്മൂക്കയുടെ DNA. സത്യം അതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ ഒരു കാരണക്കാരൻ തന്നെ അഷ്കർ സൗദാനാണ്. അഷ്കർ സൗദാന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡ്യൂസർ ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യും, പിന്നെ സന്തോഷ് അതിനകത്ത് വരികയും, അങ്ങനെ ഞങ്ങളുടെ ഒരു ടീം വർക്കിലാണ് പിന്നെ അത് പോയത്. ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ട് അത്രയും തന്നെ നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റി. ഇനിയെല്ലാം ജനങ്ങളുടേതാണ്. ഒരു തൃപ്തിക്കുറവ് ഈ പടത്തിനില്ല. എല്ലാ സൈഡിലും, ക്യാമറ സൈഡിലായാലും, എഡിറ്റിംഗ് സൈഡിലായാലും, മ്യൂസിക് ആയാലും ശരി,
സ്ക്രിപ്റ്റ് സൈഡിലായാലും ശരി, മേക്കപ്പ് സൈഡിലായാലും ശരി, എല്ലാ സൈഡിലും നമ്മൾ ഏതാണ്ട് സൂപ്പറായിട്ടുള്ള സെറ്റുകളാണ്, നല്ല സെറ്റുകളാണ്, റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന സെറ്റുകളാണ്. നല്ല ആർട്ടിസ്റ്റിനെ ഭാഗ്യം കൊണ്ട് കിട്ടി. ഇടയ്ക്ക് കുറച്ച് ഷഫ്ലിംഗ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളെ, കുറേ പേര് നമ്മൾ കാസ്റ്റ് ചെയ്തത് മാറി. പക്ഷേ ഇപ്പോൾ നമുക്ക് പണ്ടാര പറഞ്ഞ ഫിൽട്ടർ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഈ പടത്തിന് ആപ്റ്റായ, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിന്. അവരൊക്കെ ആദ്യം പ്ലാൻ ചെയ്തവർ പോയത് തന്നെ നല്ലത് എന്ന് ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇനി ആരോടാണ്? ഇപ്പൊ ഈ സാറിന്റെ ലാസ്റ്റ് സിനിമ വരുന്ന ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഈ ഒരു കാലയളവിൽ സിനിമയുടെ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഈ പ്രേക്ഷകർ കുറെ സിനിമകൾ കാണാൻ തുടങ്ങി. ഇപ്പൊ സാറിന്റെ സിനിമകൾ സ്റ്റിൽ യൂട്യൂബിലൊക്കെ ഭയങ്കരധികം ട്രെൻഡായി നിൽക്കുമ്പോഴാണ് സാർ അത്ര വലിയ ഇടവേള എടുക്കുന്നത്. സാറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തു ഈ ഒരു ഇടവേള വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ? ഇടവേള സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കുറേ പടങ്ങൾ കണ്ടു. പിന്നെ പഴയ സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടി കുറേ ഇരുന്നു. എന്നിട്ട് 3 സീരിയൽ ചെയ്തു. അന്ന് സിനിമയേക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള സീരിയലായിരുന്നു. ഏറ്റവും കൂടുതൽ CG ഉള്ള സീരിയൽ കടമറ്റത്ത് കത്തന, റെക്കോർഡ് ഹിറ്റാണ്. അതിൻ്റെ സീരിയലാണ് വിക്രമാദിത്യൻ, ഓൾ ലാംഗ്വേജ് പോയി സീരിയൽ എൻ്റെതാണ്. അതുപോലെ തന്നെ അലാവുദ്ദീൻ അക്ബർ വിളക്ക്, അതും എൻ്റെ സീരിയലാണ്. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ്, ഡിജിറ്റലിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. അതിൻ്റെ നമ്മുടെ ആക്ഷൻ കിങ് ബാബുവാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്ന് USA നിന്നാണ് വന്ന്, അടുത്ത് പാരീസിൽ പോയിട്ട് വന്നതാണ്. വെൽക്കം ബാബുവാൻ. എന്താണ് അടുത്ത? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് സോറി പറയുന്നു, കുറച്ച് ലേറ്റായിട്ട് എത്തി. ഞാൻ ഉച്ചയ്ക്കാണ് USA എന്നോട് എത്തിയത്. മിനിഞ്ഞാന്ന് പുറപ്പെട്ടു. അപ്പം ഞാനും സുരേഷ് ബാബുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു 3 ഡെക്കേഡ്സിന് മുകളിലായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കോട്ടയം മജിച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അപ്പം എന്നോട് സുരേഷ് ബാബുയാണ് അവിടെ അപ്പോൾ ഇങ്ങനെ സുരേഷ് ബാബു എന്നോട് തുടങ്ങിയ ഒരു പടം വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വേഷം ചെയ്യുന്നതാണ്. സന്തോഷമായിട്ട് അത് സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ സുരേഷ് ബാബു എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, പണ്ടത്തെ അല്ലെങ്കിൽ പണ്ടുകാലങ്ങളുടെ ഡയറക്ടേഴ്സ് ടെക്നിക്കലി ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ് ഒക്കെ നിർമ്മിച്ചു വരും 12 വർഷത്തോളം. അന്ന് ഞാൻ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. സത്യത്തിൽ ഞാൻ ഹെലികോപ്റ്റർ കണ്ടിട്ടേ ഇല്ല. ആകെപ്പാടെ അന്ന് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഒരു പ്രൊപ്പലർ പോലത്തെ ഒരു ഫാനാണ്. അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അന്ന് ഒരു ബ്ലൂ മാറ്റോ അല്ലെങ്കിൽ ഗ്രീൻ മാറ്റോ ഒന്നുമില്ലായിരുന്നു. അന്ന് അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു സുരേഷ് ബാബു. അന്ന് സീക്വൻസ് ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങി അന്ന് വണ്ടി കയറി പോകുന്നൊരു സീക്വൻസ് ആണ്. അപ്പം എനിക്ക് അവിടെ പ്രൊപ്പലറൊക്കെ കാണും. ബാബുവിനോട് ചോദിച്ചിട്ട് എങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് ചോദിച്ചു. അപ്പം അതുപോലെ ടെക്നിക്കലി അതുപോലെ അഡ്വാൻസ്ഡ് ആണ്, അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ ഒരുപാട് പണ്ടുപോലെയുള്ള ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ. അപ്പോൾ സന്തോഷമുണ്ട് ഇതിനകത്തൊരു ക്യാമറയാണ് ചെയ്യാൻ സാധിച്ചത്. നിങ്ങളോട് സഹകരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത് സന്തോഷമാണ്. ഒരു ജെറ്റ്ലാഗ് ഉണ്ട്, അതാണ് ചെറിയൊരു കുഴച്ചിൽ വരുന്നത്. താങ്ക് യു സോ മച്ച്. റിയാസ് ഖാൻ കൊടുക്കട്ടെ. അസ്കറിൻ്റെ റിയാസ് ഖാൻ അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അടിച്ചു കയറി അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് റിയാസിക, ആദ്യം നമസ്കാരം. വന്നിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ, ഓൾ ഓൺലൈൻ, ഓൾ പ്രൊമോട്ടേഴ്സ്, ഓൾ നമ്മുടെ മീഡിയ ആൾക്കാർക്ക് വന്ന് താങ്ക് യു. ആൻഡ് നിങ്ങളത് വലിയൊരു ലെവലിലേക്ക് നിങ്ങളത് എത്തിച്ചേർക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പറഞ്ഞു റിയാസ് ഖാൻ, എന്താണ്? റിയാസിക അടിച്ചു കയറി വാ ഓക്കെ, ഭയങ്കര വൈറലാണ്. ഓക്കെ, അടിച്ചു കയറി വാക്ക് മുമ്പുള്ള റിയാസ് ഖാനും ഓക്കെ, അടിച്ചു കയറി വാക്ക് ശേഷമുള്ള റിയാസ് ഖാനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു വ്യത്യാസമില്ല. ആരാധകര്, ഉറങ്ങിക്കിടക്കുന്ന ആരാധകര് പുറത്തൊന്നും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും കേരളത്തിൽ കുറേ ഫാൻ ബേസ് ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാവരും 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതിപ്പോഴും അതേപോലെ തന്നെ. അതിലടിച്ചു കയറുമ്പോൾ ഒരു എക്സ്ട്രാ ബൂസ്റ്റ്, അത്രേ ഉള്ളൂ. ഒരു ബൂസ്റ്റ്, ഒരു പുഷ്, ബാക്കിൽ നിന്ന് ചെറിയ പുഷ്.
അത് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം ഈ DNA ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ഡിക്സൺ, സന്തോഷമായിട്ടൊരു വിളിയാണ് വരുന്നത്. ഞാനും സന്തോഷമായിട്ടും തമ്മിൽ ലൈക്ക് വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ സന്തോഷമായിട്ടും വിളിച്ചു. സന്തോഷമായിട്ടും ഒരു കാര്യമുണ്ട്, എല്ലാം ഫുള്ളായിട്ട് പറയില്ല, ഒരു സസ്പെൻഷനോട് കണ്ടു പറഞ്ഞിട്ട് നിർത്തും. അപ്പോൾ ഇനിയും കൂടി ഇതാവും. അത് കഴിഞ്ഞ് സന്തോഷമായിട്ടും അത് കഴിഞ്ഞ് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പം ഇത്രയേ ഉള്ളൂ എന്ന് പറയും. ഭയങ്കര സസ്പെൻസ് ആണ് അതിനകത്ത്. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത്, സാർ ഇങ്ങനെയാണ് തുടങ്ങിയത്. എനിക്ക് ബെൻസി പ്രൊഡക്ഷൻസ് ആണോ സാറാണോ ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല. ദെൻ സാറിൻ്റെ പേര് പറയുന്നു. സാറിന് ഞാൻ വലിയ ഫാനാണ്, ഫ്രം ദ ബിഗിനിങ് വലിയ ഫാനാണ്. സോ ഒരു ആക്ടറിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ്. സോ ഹാപ്പി സാറിനോട് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാറിനെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ട്, തെലുങ്കിൽ കൊടി രമേഷ്. ഒരിക്കലും ദേഷ്യപ്പെടില്ല, എല്ലാം ഭയങ്കര സോഫ്റ്റാണ്. ഏത് കാര്യവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു പ്രഷറും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ സാറേ കാണുന്നത്, ഒരു പ്രഷറില്ല, ഒന്നുമില്ല, എല്ലാവരോടും വളരെ സോഫ്റ്റ്, ഭയങ്കര കംഫർട്ടബിളാണ് ആർട്ടിസ്റ്റ്. അങ്ങനെ സാർ പോലെ അങ്ങനെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഹാപ്പി ടെക്നിക്കൽ ടീം, ഓൾ മൈ കൊളീഗ്സ്. പിന്നെ പപ്പനും ഞാനും തമ്മിൽ റിലേഷൻ മീൻസ് എൻ്റെ ഫാദറും പുള്ളിയുടെ ഫാദറും തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സാണ്. സോ എപ്പോഴും ഞാൻ പപ്പനെ കാണുമ്പോൾ ഞങ്ങളുടെ ഫാദറിൻ്റെ ഓർമ്മ വരും എപ്പോഴും. സോ വി യൂസ് ടു ടോക്ക്. സോ അതൊന്ന്. പിന്നെ അഷ്കറിന് ഓൾ ദി ബെസ്റ്റ്, ഗ്രാൻഡ് സക്സസ് ആട്ടെ ഈ പടം. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തൊക്കെയാണ്? എനിക്ക് ബാബുച്ചേട്ടനോട് ഒരു ചോദ്യം ചെയ്യാനുള്ളത്. സാർ എത്രത്തോളം നൊസ്റ്റാൾജിക്കാണ് ഈ സിനിമ? കാരണം സാറിന്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറോടാണ് ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നത്. സോ എത്രത്തോളം നൊസ്റ്റാൾജിക്കായിരുന്നു? കാരണം ഈ ഒരു സിനിമ നമുക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ തരുന്ന ഒരു സിനിമയാണ്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ലൊക്കേഷനിൽ ഞാനും ബാബുവായിട്ട് ഇങ്ങനെ പണ്ടത്തെ പല കാര്യങ്ങൾ സംസാരിക്കുകയും, ലൊക്കേഷൻ മാത്രമല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ഞങ്ങൾ ഒരുപാട് പല സിനിമകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഒരുപാട് ഞങ്ങൾ ഈ സിനിമയിൽ മാത്രമല്ല പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ 4 ദിവസങ്ങളും ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് മുടങ്ങാതെ. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് മെമ്മറീസ് ബ്രിങ്ങിങ് ബാക്ക്. പിന്നെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്നതും അതൊരു വലിയ സന്തോഷം. ഈ സിനിമയിൽ എന്താണ് ഈ സിനിമയിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ശരിക്കും ഒരു കാമ്യമാണ്. അപ്പോൾ എന്നോട് ബാബു പറഞ്ഞു ഇതാണ് സംഭവം ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ബാബുൻ്റെ ഒരു അതെ അതെ അപ്പോൾ അത് അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വിശ്വാസം ആവശ്യമുള്ള ആക്ഷൻ ബാബു ആന്റണിയിലുണ്ട്. പൂർണ്ണമായ ഒരു ബാബു ആന്റണി ചിത്രമല്ല, അത് ഞങ്ങൾ വേറെ ഒരു നല്ല സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇരിക്കുന്ന മിക്ക ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് രശ്മിയുമായി അടക്കം ഇതിൻ്റെ ഫുൾ കഥ അറിഞ്ഞുകൂടാണ്. അവർക്ക് അറിഞ്ഞുകൂടാ, അയാൾ ഹൈഡ് ചെയ്ത ഐഡിയ ആണെന്ന് പറയുന്നത്. അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്താ സംഭവം. നാളെ അറിയാം. അതെ, അതിന്റെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ അറിയാമെന്ന് എനിക്ക് സന്തോഷമാണ്. അത് സെപ്പറേറ്റ് ആ പേജ് മാറ്റി വെച്ചും സന്തോഷം എഴുതിയിട്ടില്ല. കാരണം ഷൂട്ടിംഗ് സമയത്ത് രാവിലെയാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് പേപ്പർ കയ്യിൽ വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ. ബാക്കി ആർട്ടിസ്റ്റുകളോട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ അത്യാവശ്യമുള്ള ക്യാരക്ടർ പറഞ്ഞു. പക്ഷെ അത് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽ കഥ അവർക്ക് അറിയാത്തത് കൊണ്ട് ആ സീൻ എടുക്കുന്ന സമയത്ത് മാത്രമുള്ള ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു. രശ്മി ചോദിച്ചു ഇവരൊക്കെയാണോ വില്ലന്മാരെന്ന് ചോദിച്ചു. ഈ ഇന്നലെ മിനിങ്ങാന്ന് പടം കണ്ടിട്ട് അവർക്ക് ഒന്നും അറിയില്ല. അവർക്ക് അങ്ങനെ പലർക്കും കുറച്ച് ഐഡിയ ചെയ്യേണ്ടി വന്നു. അതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായി കാണണം. പക്ഷെ മാക്സിമം ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതിലെ വില്ലന്മാരിൽ പലരും കൂടി ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കറുപ്പ് ടിണ്ടുണ്ട്.
മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ ബാബുവിന് ഇതിന് ചെയ്യേണ്ടത് ഇപ്പം ചെയ്ത വേഷമല്ലായിരുന്നു, ഒരു ത്രൂ ഔട്ടുള്ള ഒരു വേഷമായിരുന്നു. അദ്ദേഹത്തിന് ഡേറ്റിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഒരു തമിഴ് പടത്തിൻ്റെ അല്ലേ ആ പടത്തിൻ്റെ ഒരു ഡേറ്റും നമ്മുടെ പടവും ക്ലാഷ് ആയതുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാമിയോ റോളിലേക്ക് അദ്ദേഹം പോയത്, അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം സമ്മതിച്ചു വന്നു. ഇതല്ലായിരുന്നു, അദ്ദേഹത്തിന് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് വെച്ചിരുന്നത്. ഇതിനകത്ത് എല്ലാവരും ഹീറോസാണ് കേട്ടോ. വില്ലനൊന്നും പ്രധാന കഥാപാത്രമൊക്കെ ഉണ്ട്, പ്രധാനപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നല്ല അത്യാവശ്യം അവരുടെ വേഷം ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം കാണുമ്പോൾ അറിയാം. ആരെയാണ് അടുത്തത്? അസ്കർ. സന്തോഷം. സ്റ്റോപ്പ് വയലൻസ് എഴുതുന്ന സമയത്ത് അത് ഒരേ സമയം ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു നായകന്റെയും അതുപോലെ തന്നെ ഒരു സ്റ്റാറിന്റെയും കൂടി ലോഞ്ച് ആയിരുന്നു ആ സിനിമ. അത് ഒരേ സമയം പ്രകടനത്തിനും അതുപോലെ തന്നെ ആ താരത്തിനും ഒരേ സമയം വെയിറ്റേജ് കൊടുത്തിട്ടായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് പാറ്റേൺ ഒക്കെ. സോ DNA-ലേക്ക് വരുമ്പോൾ ഒരു നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ, അയാൾക്ക് വേണ്ടി ഒരു സിനിമ ആ വിധത്തിലൊരു സ്റ്റാർ ലോഞ്ച് എന്നുള്ള രീതിയിൽ ആ ഒരു ആംഗിളും കൂടി ഈ സിനിമയ്ക്കുണ്ടോ? അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് ആംഗിളും കൂടി സ്റ്റോപ്പ് വയലൻസിനുള്ളത് പോലെ തന്നെ? ഇല്ല, സ്റ്റോപ്പ് വയലൻസ് മോർ ദാൻ ഓർഗാനിക് ആയിരുന്നു. അതിൻ്റെ കഥ ഉണ്ടായതും അതിൽ പൃഥ്വിയല്ലായിരുന്നു. അതിൽ ആദ്യം ഉണ്ടായത് എൻ്റെ തിരക്കഥ തന്നെ, കഥയും തിരക്കഥയാണ് അതിൽ ആദ്യം ഉണ്ടായത്. ഞാൻ ഇവിടെ ഡിഗ്രി കോളേജിൽ ആൽബർട്ട്സ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ട്രൈപോഡിൻ്റെ സൈസേ ഉള്ളൂ. എറണാകുളം നമ്മുടെ ഈ സരിതാസംഘ തിയേറ്ററിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായത്. ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തെ വളർത്തിയ ഒരു CI ഉണ്ടായിരുന്നു അവിടെ കഥയാണ്. അത് ഓർഗാനിക്കാണ്, നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കഥയെന്നാണ് അത് തോന്നുന്നത്. അപ്പോൾ അതിന് ആർട്ടിസ്റ്റ് ആര് വേണമെന്നൊന്നും നമ്മൾ മുന്നിൽ കണ്ടിരുന്നില്ല, പൃഥ്വി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മളാണെന്ന് പറഞ്ഞത് ഒരു ഇമേജും ഇല്ലാത്ത ഒരു ന്യൂ ഫേസിനോട് നമുക്ക് ഈ പടം ചെയ്യാം എന്നുള്ള പറഞ്ഞത്. പക്ഷേ അങ്ങനെ പല മുഖങ്ങളിൽ നോക്കി വന്നപ്പോൾ ഒന്നും ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു തീക്ഷ്ണത ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഫേസോ ഉള്ളവരില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കൽ എന്ന് പറഞ്ഞത്, ഇത് നടൻ സുകുമാരൻ്റെ മകനാണ് എൻ്റെ പടത്തിലെ നായകൻ, നിങ്ങളൊന്ന് വന്ന് നോക്കുക. എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ നന്ദനത്തിൻ്റെ കഥാപാത്രത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ കഥാപാത്രത്തിനാണ് യോജിക്കുന്നു, വന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചേട്ടൻ AK സാധനങ്ങളോട് ഞങ്ങൾ പറവൂരുള്ള ലൊക്കേഷനിൽ പോയി കാണും. പുള്ളിയാണ് ഒരു സാധാരണ അതിലൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടൊരു ബർമോടയും ഒരു ടീഷർട്ടും ഇട്ടിട്ട് അവിടെ വീട്ടിൽ നിൽക്കുന്നു. സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അപ്പോൾ അയാളുടെ ഒരു കണ്ണും അയാളുടെ ചിരികളും ഒക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് എവിടെയോ ഒരു സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെ സാത്താൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റും അങ്ങനെ വന്നതാണ് കഥാപാത്രം. ഇതങ്ങനെയല്ല. ഇതിൽ നമുക്ക് അസ്കർ എന്ന ആള് പ്രിഫിക്സ് പറഞ്ഞു. ഈ പ്രൊജക്റ്റ് ഉണ്ട്, കാരണം അസ്കറാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ അസ്കറിനെ നമുക്ക് അപ്പോൾ അസ്കറിലേക്ക് ചേർന്ന കുപ്പായം തയ്ക്കുന്നതേ ഉള്ളൂ, ടൈലർ മെയ്ഡ് സാധനം നമ്മൾ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പം അതിൽ നമുക്ക് 1-2 ബാധ്യത എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുന്നില്ല. അസ്കറിൻ്റെ വശത്ത് നമുക്കൊരു വലിയ പോലീസ്, അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർക്ക് ഒരു സജഷൻ പോലെ പറഞ്ഞത് ഒരു പോലീസ് കഥാപാത്രത്തെ കൊടുക്കാൻ പറ്റുമോ, നമ്മൾ അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ പോലീസ് കഥാപാത്രങ്ങൾ കൊടുക്കാൻ പക്ഷേ ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ഒരു അമാനുഷിക സംഭവങ്ങൾ താരതമ്യേന പൊതുരാൾ വെച്ച് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവും, എനിക്കത് എത്രത്തോളം വലിക്കുന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനൊരു ഇതിലേക്ക് ലാൻഡ് ചെയ്തതും വന്നത്. ആർക്ക് കൊടുക്കണം? ഹലോ. ഈ അച്ഛനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള സിനിമാറ്റിക് മാർവലിലൊക്കെയുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ റോൾസ് ഉണ്ടല്ലോ. ഇപ്പോൾ രാജാവിന്റെ മകനിൽ മോഹൻലാൽ ഉള്ളതുപോലെ തന്നെ അവിടെ രതീഷും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ പലപ്പോഴും നായകനേക്കാൾ മുകളിലാണോ ഇയാളെന്നൊക്കെ തോന്നുന്നത് പോലത്തെ ആ അച്ഛനിൽ നിന്ന് അങ്ങനത്തെ ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്തിട്ടാണോ പലപ്പോഴും ഒരു ക്യാരക്ടറിനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വീഡിയോ ഫ്രണ്ട്സിനും നമസ്കാരം. ഞാൻ ശരിക്കും മൂവി അച്ഛന് ആദ്യമായിട്ട്
ആസ് എൻ ആക്ടർ ഞാൻ കാണുന്നത് കമ്മീഷണർ എന്ന മൂവിയിൽ. ഐ വാസ് ഓൺലി 4 years old. അപ്പോൾ അതിൽ ഞാൻ കാണുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വില്ലൻ എന്നുള്ളൊരു ക്യാരക്ടറിൽ അച്ഛനെ കാണുന്നത്. സോ ദാറ്റ് ഇൻസ്പയർഡ് മീ ടു ബിക്കം എ വില്ലൻ. എനിക്ക് മൂവീസിൽ വരുമ്പോൾ വില്ലൻ റോൾസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ തുടങ്ങിയത്. 10 years back, 2014. പിന്നെ അച്ഛൻ്റെ കുറേ പടങ്ങൾ ഞാൻ പിന്നെ കാണാൻ തുടങ്ങിയത്. ആൻഡ് ആസ് എൻ ആക്ടർ എനിക്കൊരു മെച്യൂരിറ്റി വരാൻ തുടങ്ങിയത് നോട്ട് ഓൺലി വില്ലൻ, ഐ വോണ്ടഡ് ഓൾ ക്യാരക്ടർ റോൾസ് ആൻഡ് പ്രോബബ്ലി ഹീറോ ആൻഡ് ഓൾ ദാറ്റ്. സോ ഒബ്വിയസ്ലി അച്ഛൻ്റെ വില്ലൻ റോളാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത്. ഈ അഷ്കർ പറഞ്ഞ മമ്മൂക്കയുടെ ശബ്ദമുണ്ട് അല്ലെങ്കിൽ രൂപസാദൃശ്യമുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മമ്മൂക്കയെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അച്ഛനും ഫയർമാൻ ഉൾപ്പെടെ. എന്തെങ്കിലും വിധത്തിലെ ഒരു ക്യാരക്ടറിനെ സമീപിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സിലൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അഷ്കറാണ് എന്നെ അഷ്കറിനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് കൂടുതലും അഷ്കർ വോയിസ് resembles a lot മമ്മൂക്കയുടെ വോയിസ്. ആൻഡ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. DNA ഈ പടം ഡിസ്കഷൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് 1 year മുമ്പ് തൊട്ട് തന്നെ ഞാനും സുരേഷ് ബാബു സാറും തമ്മിൽ ടച്ചിലുണ്ട്. സോ ഹി കോൾ മീ ഫോർ ദിസ് മൂവി. ഈ പടത്തിൽ ഞാൻ ഇതുവരെ കുറേ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. കുറേ മൂവീസിൽ ക്ലോസ് ടു 7 or 8 പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് എ വെരി ബോൾഡ് ആൻഡ് ത്രൂ ഔട്ട് പടത്തിൽ ത്രൂ ഔട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറാണിത്. ആൻഡ് വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. താങ്ക് യു. ഇതൊക്കെ കുറേ കമ്പാരിസൺ വരും. പക്ഷേ അഷ്കറിനായിട്ടുള്ള സ്റ്റൈലുണ്ട്, പുള്ളിയായിട്ട് ഉള്ളൊരു പെർഫോമൻസ് ഉണ്ട്, ഒരു തനിത്വമുണ്ട്. അത് നിന്ന് കാണാൻ പറ്റും പടം റിലീസാകുമ്പോൾ. ആൻഡ് ഹി വിൽ റോക്ക് ഇൻ ഹിസ് ഓൺ സ്റ്റൈൽ, ഇൻ ഹിസ് ഓൺ വേ. ആരും അതിൻ്റെ ഇത് വരില്ല, കമ്പാരിസൺ വരില്ല. അഷ്കറിപ്പോ ഈ സിനിമ ഓണാകുമ്പോൾ തൊട്ട് അഷ്കർ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ജേർണി, ഇതിന്റെ ഒരു ക്യാരക്ടറിന്റെ അടക്കം ഇമോഷൻ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് എടുത്തിട്ടുള്ള ആളുടെ. ശരിക്കും ഒരു ആക്ടർ ഫസ്റ്റ് ഈ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അഡ്വാൻറ്റേജ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതല്ല. എനിക്ക് എന്നെ പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു ഒരു സിനിമ ഞാൻ ചെയ്തു തരാം, നിനക്ക് എന്തോ അഭിനയിക്കാനൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു. അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ തന്നത്. ആ ഓഫർ തന്നതിൽ ഞാൻ ബാബു സാറ് എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം ഞാൻ ബാബു സാറിൻ്റെ ഒരു കുറേ വർഷം ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൗരി നന്ദിയല്ല, ഞങ്ങളൊരു ഫാമിലിയാണ്. കാരണം ഞാൻ ചേട്ടനും എൻ്റെ ചേട്ടനോ അച്ഛനോ എൻ്റെ എല്ലാമാണ്. കാരണം ഞാൻ ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ പോയത്, ട്രിവാൻഡ്രത്ത് അദ്ദേഹം കാണാൻ പോയി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം, ഒരു പോലീസ് സ്റ്റോറിയാണ്. അപ്പോൾ പറഞ്ഞ് പക്ഷേ അങ്ങനെ അതിൻ്റെയാണ് നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കാം, നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കാം. ഒരു പണി ചെയ്തല്ലോ, നല്ല പ്രൊഡ്യൂസറാണ്, എന്താ സെറ്റപ്പ് നിന്റെ നായകനാക്കിയതെന്ന് ചോദിച്ചു. അപ്പോഴെൻ്റെ കിളിയൊക്കെ പോയി നായകനാക്കി. ഇത്ര വലിയൊരു ഡയറക്ടർ നമ്മൾ ഇത്ര സ്വപ്നം കണ്ടു. കാരണം കോട്ടയം കുഞ്ഞച്ചൻ സിനിമ ഞാൻ വീട്ടിൽ നിന്ന് രഹസ്യമായിട്ട് കണ്ടു പോയതിൻ്റെ അടിയും വഴക്കും ഒക്കെ എനിക്കറിയാം. അന്ന് എനിക്കറിയത്തില്ലല്ലോ ഇദ്ദേഹം അന്ന് ആ ഒരു സമയത്ത് കെ സുരേഷ് ബാബു സാറാണോ അങ്ങനെ അറിയാതൊരു പക്വതയില്ലായിരുന്ന സമയത്ത് പോയി അടിമേടിച്ചാണ്. ആ ഒരു ഡയറക്ടറുടെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു. അതുപോലെ ഉപ്പുകളുടെ പ്രദേശത്ത്, കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ വലിയ ഹീറോ ആയ ബാബുരാജൻ സാറുണ്ട്. അതുപോലെ ഞാൻ ഫസ്റ്റ് റിയാസ് ഖാനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, റിയാസ് ഖാൻ ജലോത്സവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കണ്ടപ്പോൾ അടിച്ച് കയറി വാള എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനൊന്നും പറഞ്ഞില്ല, നുണ പറയല്ലോ കേട്ടോ. ഞാൻ ഫസ്റ്റ് റിയാസ് ഖാനെ കണ്ടപ്പോൾ പറഞ്ഞു, റിയാസ് ഖാൻ ഞാൻ നിങ്ങളുടെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മറ്റേ ബാലേട്ട അങ്ങനെ. അപ്പോൾ ഇവരെ ഇത്ര സീനിയർ ആൾക്കാരുടെ കൂടെ അവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ AK സന്തോഷ് സാറെ ഒരു ഇത്രയും വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മുടെ നായിക ഹന്നാർജി കോശി കൂമലിലൊക്കെ അടിച്ചു പൊളിച്ച് വലിയ നായിക. പിന്നെ അതുപോലെ പപ്പൻ തന്നെ. പപ്പനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വലിയ പ്രായമുണ്ടെന്ന് പറയരുത്. കാരണം പപ്പൻ അവർ 4 മക്കളാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വെച്ച് ഇവരെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം, രതീഷേട്ടൻ്റെ കൂടെ ഞാൻ ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, വേനൽപ്പഴയാണ് ഒരു സീരിയൽ. അപ്പം രതീഷേട്ടൻ വേനൽപ്പഴ, അപ്പം രതീഷേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ട് സീരിയലിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കും. ഞങ്ങൾ ഒരു വർഷം ഞാൻ രതീഷേട്ടൻ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്.
എപ്പോഴും വന്ന് എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ വന്ന് നിൽക്കും, രതീഷ് വന്ന് നിൽക്കും. എടാ നീ ഉറങ്ങണം, എഴുതിട്ട് നിന്റെ ഉറങ്ങാൻ നല്ല രസമുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ കാരണം ഇവർക്ക് ഞങ്ങളെല്ലാവരും ഒരു ഫാമിലിയാണ്. കാരണം ഒരുപാട് കഥകളുണ്ട് നമുക്ക് പറയാൻ. പിന്നെ ഇതെല്ലാം ഒത്തു വന്നത് നമ്മുടെ പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ സാറാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ നാളെ പടം റിലീസാണ്, അതിൻ്റെ ഒരു നല്ല ടെൻഷനിലാണ്. അല്ല ഒരുപാടല്ലോ, 2 പാടാണല്ലോ ഒരുമിച്ച് കിട്ടിയ, IPS കൂടെ വരുന്നുണ്ട്. മോനെ ഒരുപാടല്ല, 3 പടം ഞാൻ ചെയ്തു കഴിഞ്ഞു. KV അബ്ദുൽ നാസർ സാറിന്റെ ബെൻസി പ്രൊഡക്ഷനിൽ ആ 2 പടത്തിൽ റിയാസിക്കാരോടെ ഫൈറ്റ് ചെയ്യാൻ പറ്റി. അടുത്ത പടം വരുന്നുണ്ട്, ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണ്. പിന്നെ ബാബുനോട് സാർ അദ്ദേഹത്തിനോട് എനിക്ക് ഇതിൽ കോമ്പിനേഷൻ ഞാൻ പറയുന്നില്ല, രഹസ്യം പറയുന്നില്ല. അതൊന്നും നമുക്ക് വേണ്ടി ഇനി അടുത്ത IPS KV അബ്ദുൽ നാസർ സാർ ചെയ്യുന്നു, സാറ് ഡയറക്റ്റ് ചെയ്യുന്നു. അത് ഒരു സംഭവമാണ്, ഞങ്ങളൊന്നും വിടുന്നില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഫാമിലി പോലെ തന്നെയാണ്. ആരും അങ്ങോട്ട് ഇപ്പം നായകനോ വില്ലെന്നോ ഈ പടത്തിലില്ല, എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടറാണ്. ഞാൻ നായകനൊന്നുമില്ല ഈ പടത്തിൽ, എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഉണ്ടാക്കിയത് AK സുന്ദർ സാറാണ്. അത് ഇത് ചെയ്തത്. പിന്നെ രവിചന്ദ്രൻ സാറ് ക്യാമറ, അത് വേറെ ലെവലിൽ അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോൺകുട്ടി എഡിറ്റർ, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വിളിക്കാം അദ്ദേഹത്തെ. എഡിറ്റർ, ആർട്ട്, അതുപോലെ ഒരുപാട് എല്ലാവരും കഷ്ടപ്പെട്ടൊരു വലിയ പടമാണ്. കാരണം 100 ഡേയ്സോളം ഞങ്ങൾ ഷൂട്ടിംഗ് പോയി. കാരണം 4 വർഷത്തോളം ഞങ്ങൾ ഈ ഫിലിമിൻ്റെ പുറകെ തന്നെയായിരുന്നു. DNA എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുറകെയായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും ഞാൻ സംസാരിക്കുമ്പോഴും AK സുന്ദർ സാറ് പറയുമ്പോഴും സാറ് പറയുമ്പോഴും നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് പറയും ഇങ്ങനെ ചെയ്യാം എന്ന്. റായലക്ഷ്മി ഈ പടത്തിൽ വന്നപ്പോഴും ഞാൻ സാറ് പറയുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു, സാറേ നമുക്ക് റായലക്ഷ്മി സാറ് പറയുമ്പോൾ ഓരോ ക്യാരക്ടർ അത് എല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. അപ്പോൾ നാളെ DNA റിലീസാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങളെപ്പോഴും പുതുമുഖെന്ന് പറയും, ഞാനൊരു പുതുമുഖാണെന്ന് പറയും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഞാൻ ഹന്നയുടെയിലാണ് കൊടുക്കട്ടെ. സാറേ വേറൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മമ്മൂക്ക എൻ്റെ പടത്തിൽ അഭിനയിച്ചു. മമ്മൂക്കയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയൻ സക്രിയ അദ്ദേഹം എൻ്റെ പടത്തിൽ അഭിനയിച്ചു. ഇത് അച്ചു അഭിനയിച്ചു. അപ്പോൾ അച്ഛൻ്റെ അസ്കർ സൗദാൻ അവർ 4 പേരും അഭിനയിച്ചു. വേറൊരു ഭാഗ്യം എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. നസീർ സാർ അഭിനയിച്ചു, ഷാനവാസ് അഭിനയിച്ചു, ഷാനവാസിൻ്റെ മകനും എൻ്റെ പടത്തിൽ അഭിനയിച്ചു. അതൊരു വലിയ ഭാഗ്യമല്ലേ. ഏതായാലും ഹന്നയുടെ ഞാൻ കൊടുക്കാം, ഹന്നയെ കൊടുക്കാം. രണ്ടുപേരോട് ചോദിക്കാണ്ട് ഗൗരി നന്ദയോടും ഹന്നയോട് ചോദിക്കാം. ഈ സിനിമയിലെ ലേഡി ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് മാത്രമല്ല, നിങ്ങൾ 2 പേരിൽ ഏതെങ്കിലും ഒരാളാണോ ഈ സിനിമയിലെ വില്ലത്തി? അതായത് ഈ സിനിമയിൽ ഇപ്പൊ പോസ്റ്റർ കാണുമ്പോൾ അറിയാം, നമുക്ക് പോസ്റ്ററിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്. അല്ലാണ്ടും സിനിമയുടെ കാസ്റ്റ് നോക്കുവാണെങ്കിൽ അറിയാം, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ, അതായത് എല്ലാം നോൺ ആർട്ടിസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അതായത് ന്യൂബി ആയിട്ടുള്ള ഫ്രഷ് ഫേസസ് വളരെ കുറവാണ്. സുരേഷ് സാറിന് ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട്. അപ്പം ആരെ വിളിച്ചാലും ദേ ആർ ഓൾ വില്ലിംഗ് ടു ആക്ട് ഇൻ ദിസ് മൂവി. അത്ര ഫ്രണ്ട്ലി ഒരു ഡയറക്ടറാണ്. നമുക്ക് വീണ്ടും നമുക്ക് അഭിനയിക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ സാർ നേരത്തെ ചെയ്ത മൂവീസിലെ ആക്ടേഴ്സിനെ ഒരു സീനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു 1 ഷോട്ടിനാണെങ്കിലും വിളിച്ചാൽ പോലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ മൂവിയിൽ വരും. സോ ഇപ്പൊ ഈ ചോദ്യം ഞാനാണോ, ഗൗരിയാണോ, അഷ്കറാണോ, റിയാസ് ഖാനാണോ, അല്ലെങ്കിൽ ബാബു സാറാണോ, ആരാണെങ്കിലും ഐ വോണ്ട് ടെൽ, നോ വൺ ക്യാൻ ടെൽ ഓൾസോ. ബിക്കോസ് ഈ പ്രോജക്റ്റിന്റെ ട്രീറ്റ്മെന്റ് സുരേഷ് സാറും AK സാറിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇൻ എ വേ ദാറ്റ് നമുക്ക് എല്ലാവരെയും സസ്പെക്റ്റ് ആയിട്ട് തോന്നും. ആദ്യം കാണുമ്പോൾ തോന്നും റായലക്ഷ്മിയാണ് സസ്പെക്ട്, പിന്നെ തോന്നും അഷ്കറാണ്, പിന്നെ റിയാസ് ഖാനാണ്, പിന്നെ ഞാനാ തോന്നും, ഗൗരിയാ തോന്നും, ബാബു സാറാ തോന്നും, പപ്പോ തോന്നും. എല്ലാവരെയും നമുക്ക് സസ്പെക്റ്റ് ആയിട്ട് തോന്നും. ആരാണ് അപ്പൊ നമ്മള് ആക്ച്വലി അതെ സാറാണ് മെയിൻ വില്ലൻ. ആക്ച്വലി ഷൂട്ടിംഗ് സെറ്റിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് എന്തും ചെന്ന് ചോദിക്കും, സാർ സത്യം പറഞ്ഞാൽ ഞാൻ ആരോടും പറയത്തില്ല, എൻ്റെ അടുത്ത് പറ ആരാണ്, ഞാനാണോ അല്ലെങ്കിൽ അഷ്കറാണോ അല്ലെങ്കിൽ റായജിയാണോ, ആരാണ് ഒന്ന് പറഞ്ഞാൽ. അപ്പൊ സാറ് വേറെ ആളുടെ പേര് പറഞ്ഞു തരും. അപ്പൊ ഞാൻ വിചാരിക്കും അതാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അതല്ല, പിന്നെ ആരാണ്. ഐ മീൻ ഇറ്റ് ഇസ് എ പ്രോസസ്. അവസാനം എനിക്കൊരു ഡൗട്ട് ആയിരുന്നു, ഞാനാണോ അഷ്കറാണോ സാറ് തന്നെയാണോ, എല്ലാം ഡൗട്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പോയിരിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി ബിക്കോസ് അങ്ങനൊരു പ്ലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് ഓഡിയൻസിന് അത് എൻഗേജിങ് ആയിരിക്കും. അതാണ് ഈ പ്രോജക്റ്റിന്റെ ഹുക്ക് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ, നാളെ റിലീസ് ആവാണ് അല്ല, എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായം പറ. എന്നിട്ട് യു ഷുഡ് ടെൽ ഞാനാണോ ഗൗരിയാണോ അഷ്കറാണോ AK സാറാണോ ഇല്ലെന്ന്, കേട്ടോ. എന്തോ ഓക്കെ അത് ബാക്കി അഷ്കർ പറയും നമ്മുടെ സിനിമ ഡീറ്റെയിൽസ്. പറഞ്ഞോ.
ഗൗരിനന്ദയാണ് വില്ലൻ. അതുപോലെ നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ശരസാറാണ്. ഒരു സുകന്യ, നമ്മുടെ സുകന്യ മാഡം ആണ് ഇതിൽ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. സുകന്യ അറിയാലോ, അവർ നമ്മുടെ പടത്തിൽ ഒരു നമ്മുടെ മലയാള സിനിമയിലും എല്ലായിടത്തും നല്ലൊരു ആർട്ടിസ്റ്റാണ്. സുകന്യ മാഡത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, സോറി ലിറിക്സ്. ഞാനും എന്നെ കൂടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് സോങ്ങിൽ. വളരെ എല്ലാവരും നല്ല നല്ല ടെക്നീഷ്യന്മാരാണ്. ഞാൻ സാറിൻ്റെ കൊടുക്കാം. ഇതിനകത്ത് എഡിറ്റിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അത് പടം കാണുമ്പോൾ അറിയാം. കാരണം ഇതൊരു മൊത്തം എടുത്തിട്ട് വീണ്ടും ഒരു സിനിമ നമ്മൾ എഡിറ്റിങ്ങിന് ഉണ്ടാക്കി ഈ പടം. അതുകൊണ്ട് ജോൺ കുട്ടി വളരെ വളരെ ഹാർഡ് വർക്ക് ചെയ്തു. അത് റീ റെക്കോർഡിങ്, എക്സ്ട്രാ ഓർഡിനറി റീ റെക്കോർഡിംഗ് ആണ് പ്രകാശ് സെലക്സ് അദ്ദേഹം ചെയ്തു. അനീഷ് പെരുമിലാവ് പ്രാന്തി പിടിച്ചു പുള്ളിക്ക് അത്രയും ഈ വർക്ക് ചെയ്തിട്ട്. അത്രയും ബുദ്ധിമുട്ടി അനിൽ മേടയിൽ എൻ്റെ ബ്രദർ പോലെയുള്ളതാണ് പുള്ളി, അസോസിയേറ്റ് ഡയറക്ടർ. ബാക്കി എല്ലാം നല്ല ടെക്നീഷ്യൻസ് ആണ് പറയുന്നത്. നാഗരാജൻ, കോസ്റ്റ്യൂമർ നാഗരാജൻ വർഷങ്ങളോളം, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒത്തിരി പടങ്ങൾ 10-30 വർഷമായിട്ടുള്ള ബന്ധവും കാര്യമുണ്ട്. അദ്ദേഹമാണ് കോസ്റ്റ്യൂമർ. എല്ലാം നല്ല ഹൈ ടെക്നീഷ്യൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടിയെന്നുള്ളൊരു ഭാഗ്യമാണ്. ഗൗരിയുടെ കൊടുക്കാം. ഗൗരി നന്ദ. ഹായ്, നമസ്കാരം എല്ലാവർക്കും. അയ്യപ്പനും കോശി എന്നുള്ള സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, ഫിലിം ഫെയറും സൈമയാണ് കിട്ടിയത്. അതിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എനിക്ക് വോയിസ് ചെയ്ത കുട്ടിക്കാണ്, റിയയ്ക്ക്. സിനിമയ്ക്ക് കിട്ടിയിരുന്നു, സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടിയിരുന്നു. ഈ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? ഇതിലെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ഏറ്റവും കൂടുതൽ ഇല്ല, ഞാൻ ആക്ച്വലി സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോൾ ചോദിച്ചു. ഓൾറെഡി കുറച്ചൊരു എന്താ പറയുക, ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസ് ഓഫീസർ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. സത്യം തന്നെ വില്ലത്തി ആരാണെന്നോ അല്ലെങ്കിൽ വില്ലൻ ആരാണെന്നോ ഇവരൊക്കെ അറിയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം സന്തോഷേട്ടൻ പോലും ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഈവൻ സാറിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെയാണ് ഒന്നും പറ്റാണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ മൂവിൽ കൂടിയാണ് ഹീറോയിനായിട്ട് ഞാൻ തുടങ്ങുന്നത്. അതിൽ ആൻറ്റി ഹീറോ ആണ് ഇരിക്കുന്നത്. അതിലുണ്ടായിരുന്നൊരു വില്ലനാണ് അവിടെ ഇരിക്കുന്നത് നായകനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മൊത്തം അറിയായിരുന്നു. ഫുള്ള് വായിച്ചിട്ടാണ് എന്നെക്കൊണ്ട് ഫുൾ വായിപ്പിച്ച് ഒരു എത്ര പ്രാവശ്യം വേണമെങ്കിലും വായിച്ചു എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചതാണ്. ഇതിലൊന്നും അറിയില്ല, ഒരു പേപ്പർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്റ്റോറിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ എല്ലാവരും ശരിക്കും പറഞ്ഞത് ആർക്കും ഇതിൻ്റെ ഫുൾ സ്റ്റോറി അറിയില്ല. ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു, കഥയിൽ എങ്ങനെ വരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റില്ല. നാളെ തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ചെയ്ത പോർഷൻസ് അറിയാം, പക്ഷെ എങ്ങനെ എവിടെയൊക്കെ വരുന്നു, എന്തൊക്കെ ഇവർ ചെയ്യുന്നു, കഥയിൽ എന്തൊക്കെയാണ് ഇവരുടെ പാർട്ട് എന്നുള്ളത് നാളെ അറിയാൻ പറ്റും. സുരേഷ് ബാബു സാർ ബാബു ആന്റണി സാർ പറഞ്ഞു സാറ് 2010 തന്നെ സിനിമ എടുക്കുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. 1980 മുതൽ ഓരോ ദശാബ്ദത്തിലും സിനിമ ചെയ്തിട്ടുള്ള ആളാണ് സാറ്. മലയാള സിനിമയുടെ ഈ ഒരു ദശാബ്ദത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ വേറൊരു വെറൈറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ സംഭവങ്ങൾ എടുത്തിട്ടുള്ള കഥകളാണ് ഞാൻ ഇപ്പോൾ പല സിനിമകളും കാണും. എല്ലാ സിനിമകളും ഞാൻ കാണും, സകല സിനിമകളും കാണും, ഒന്നും വിടത്തില്ല, എല്ലാം കാണും. അപ്പോൾ എനിക്ക് അങ്ങനെ മാറ്റി. പിന്നെ എൻ്റെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, മീൻസ് അതിൽ നിന്നുള്ള മാറ്റി പിന്നെ മാക്സിമം ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡ് അഡ്വാൻസ് ചെയ്തിട്ടുള്ള ചിത്രമാണിത്. ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ഇനി ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റല്ലേ, മിക്ക പടങ്ങളും ഹിറ്റല്ലേ, എല്ലാം അതിൻ്റെ വെറൈറ്റി ഓരോരുത്തരെ അവരെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങൾ നല്ലത്. എൻ്റെ ഒരു സ്റ്റൈല് വേറെയാണ്. അത് സക്സസ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും നമ്മളത് ചെയ്യാനായിട്ട് നിൽക്കും. സാർ, ഇപ്പോൾ നമുക്ക് ഗ്ലോബലി തന്നെ ആണെങ്കിലും ഈ ത്രില്ലർ സിനിമകൾക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് പൊതുവെ. ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ സാർ, ഇപ്പോൾ ഈ തമിഴ് ഉൾപ്പെടെയുള്ള സിനിമകൾ നമുക്ക് രാക്ഷസൻ പോലെയും മലയാളത്തിൽ 5-ാം പാതിര പോലെയുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ച സിനിമകളാണ്. സോ അതിനപ്പുറത്തേക്ക് ഒരു ത്രില്ലർ സിനിമ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സന്തോഷ് സാർ നമ്മളൊപ്പം ഉണ്ട്, ഈ ഒരു ത്രില്ലർ സിനിമകൾ എടുക്കുമ്പോൾ സാറിൻ്റെ എഴുത്ത് വഴികളിൽ ഇത്തരം സിനിമകൾ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്തിലേക്ക് പോയാൽ മാത്രമാണ് ഇനി നമ്മൾ ഫേസ് ചെയ്യാനിരിക്കുന്ന ഒരു നിരൂപക വൃന്ദമുണ്ടല്ലോ, സോ അതിനെ ട്രീറ്റ് ചെയ്യുകയും സീറ്റിംഗ് എഡ്ജ് ത്രില്ലറിലേക്ക് സിനിമയെ കൊണ്ടുവരാനും സാർ അത്തരം റെഫറൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സന്തോഷമാണോ പറയണത്, ഞാനാണ് പറയണത്? ആരും പറഞ്ഞു സന്തോഷം. നിരൂപക വൃന്ദം
അതിൻ്റെ അർത്ഥം ഭയങ്കര കട്ടിയുള്ള വാക്കാണ് പറഞ്ഞത്. അല്ല, സാറിന് എന്തായാലും അറിയായിരിക്കും. അതറിയാം, എനിക്ക് അവരെയാണ് ഭയവും, ഭയങ്കര ഭയം. ഞാനതാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ അവകാശപ്പെട്ടാലും നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും ഇപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഉണ്ട്. കഷ്ടപ്പാടൊക്കെ അതൊന്നും കാണികൾക്ക് അറിയേണ്ട കാര്യം ശരി. അവർ തിയേറ്ററിനകത്ത് കയറി അവർ ഏത് ജോണറുള്ള സിനിമയാണ് കാണാൻ പോകുന്നത്, ത്രില്ലറാണോ, ഫാമിലിയാണോ, ലവ് സ്റ്റോറിയാണോ, അതോ സെക്സ് മൂവിയാണോ, എന്താണോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സാധനം അവർക്ക് കൊടുത്ത കാശിന് മുതലായാൽ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ പോലെ പണ്ട് ഞാനെനിക്ക് ഒരു 10 എഴുതി 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ട് ഇപ്പം അങ്ങനെയല്ല, അപ്പം കിട്ടും ഇല്ലേ. അതൊരു എനിക്കത് വിഷമമുണ്ട്. പക്ഷെ അത് അവർക്ക് അവരുടെ അവകാശമാണ്. അത് അവർ ചെയ്യുന്നു. അവർ കൊടുത്ത കാശിന് അവർ പ്രതീക്ഷിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ അവർ തെറി വിളിക്കും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി. പിന്നെ ചോദിച്ചതിൽ നമ്മൾ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും താങ്കൾ പറഞ്ഞ പോലെ ലോക സിനിമയിൽ അന്നും ഇന്നും എന്നും ഓഡിയൻസിലാണ് ഈ ജോണർ സിനിമ, ക്രൈം ത്രില്ലർ അങ്ങനെയുള്ള സംഭവം. അതിൽ നമ്മൾ തമ്മിൽ ഇന്നലെ സംസാരിച്ചിരുന്നു. ഇല്ല, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചോദ്യം ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇത് എന്നും ഈ മനുഷ്യനുണ്ടായ കാലം മുതൽ ആദോ അവയും കേനൻ്റെ ആപ്പിൽ ഇവിടെ ക്രൈം നടന്നു, ബ്രദറെ വെട്ടിക്കൊന്ന് ക്രൈം നടന്നു. അപ്പോൾ ക്രൈം എന്നാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എപ്പോഴും നമ്മൾ പറയുന്ന രീതി പോലെയാണ്. അതേ ഒന്നേ ഉള്ളൂ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. നമ്മൾ കൊല ചെയ്താലും റേപ്പ് ചെയ്താലും ഡെക്കോയിറ്റി നടത്തിയാലും ഒക്കെ നമുക്ക് പറയാനുള്ള മനുഷ്യനുള്ള കാലം മുതൽ അതുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഒരുപാട് മാറ്റി. ഇപ്പോൾ നമ്മൾ സയൻസ് ഓഫ് ദി ലാബ് എന്ന് പറഞ്ഞൊരു പടം നിങ്ങളെല്ലാവരും കണ്ട പടമായിരിക്കും. അതെന്തുകൊണ്ട് ഇപ്പോഴും അതെന്തോ റീമേക്ക് ചെയ്യപ്പെടുന്നില്ല, അതിൻ്റെ കഥയെടുത്ത് ഒരു ഭാഷയിലും വരുന്നില്ല. ഒന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഒന്നുമില്ല. സൈക്കോപാത്തുകളുടെ കഥയിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ് സൈലൻസ് ഓഫ് ദി ലാബ്. അത് ഒരു റീജിയണൽ ലാംഗ്വേജുകളിലൊന്നും അങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല. അത് മാത്രമായിട്ട് സ്റ്റാമ്പ് ചെയ്തതിൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. ഡ്രാക്കുള ആവശ്യമുണ്ട്. അതും പലരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടിരിക്കുന്നതിൻ്റെ അത്ര ഇല്ല. അപ്പോൾ ഇത് ഈ തിരക്കഥയെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം, ബാക്കിയൊന്നിനെക്കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല. ഇതൊരു എനിക്ക് സന്തോഷം പറഞ്ഞ പാവപ്പെട്ട തിരക്കഥകത്ത് എഴുതിയ ഒരു ക്രൈം ത്രില്ലറാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നാളെ ഈ സമയത്ത് അറിയാം, നിൽക്കണോ പോകണോ. എനിക്ക് അത്രയും ഒരു അവകാശവാദവും ഇല്ല ഇതിൽ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര ഭീകരമാണെന്ന് പറഞ്ഞാലും ആ ജനം 2 മണിക്കൂർ കൊണ്ട് വിധി എഴുതിയിട്ട് പറ്റുമെങ്കിൽ അമ്മയ്ക്കും പത്തിക്കും വിളിക്കുകയും ചെയ്യും. പണ്ടതില്ലായിരുന്നു, ഇപ്പം അതുണ്ട്. ആ ഒരു ഭയം എനിക്ക് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കാരണം അവർ നിസ്സാരരല്ല നിങ്ങൾ, ആ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് മുന്നിൽ വരുന്നൊരു പടം ആ ഭയം കൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല, നമുക്കും ജീവിക്കണം. അപ്പോൾ അത് പിന്നെ എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രേക്ഷകരോടും നിങ്ങളോടും പറയാനുള്ളത്, തല്ലിക്കൊന്നുകളായിരുന്നു മാത്രമേ ഉള്ളൂ. അതൊരു കാരണം ഇതിനൊന്നും നമുക്കൊന്ന് മാറ്റം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നിയമപരമായ നിയമം കൊണ്ടൊന്നും ഈ റിവ്യൂസിനെയോ അല്ലെങ്കിൽ കമൻസിനൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. കാരണം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ സിനിമ പണ്ട് ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവുണ്ടായി. ഇപ്പം അങ്ങനെയല്ല. മലയാള സിനിമയല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, അതോ ഫോറിൻ ലാംഗ്വേജ്, ലാറ്റിൻ അമേരിക്കൻ സിനിമകൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അവരുടെ ഫെസിലിറ്റി ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സിനിമ ഉണ്ടാകും. അപ്പോൾ ഇവർ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും അത്ര സിനിമകളോടായിരിക്കും. അവരെ കുറ്റം പറയുകയില്ല. അവരുടെ യങ് ബ്രെയിനാണ്, യങ് മൈൻഡാണ്, അവർ റോബസ്റ്റാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുക, നമ്മളാൽ കഴിയുന്നത് കൊണ്ടുവന്ന് വയ്ക്കുക. അവരെങ്ങനെ സ്വീകരിക്കുന്നുള്ള അവരെ പിന്നെ എന്താ റിക്വസ്റ്റോ പ്രാർത്ഥനയോ ഒക്കെ ഉള്ളൂ, രക്ഷപ്പെടുത്തി തന്നെയാണ്. അതേ ഉള്ളൂ, വേറെ ഒരു അവകാശവാദവും ഇല്ല. എൻ്റെ സുഹൃത്തുക്കളെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു വിഷയമായിട്ട് എന്നോട്